റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദ്വിദിന സന്ദർശനം പൂർത്തിയായതിനു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സൂചന. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുമായും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നയതന്ത്ര സന്തുലന ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം. അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ സെലൻസ്കിയുടെ സന്ദർശനം സാധ്യമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് വിവരം. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സെലൻസ്കിയുടെ ഓഫീസുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിനു ശേഷം 8 തവണയോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കുകയും 4 തവണ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2024 ജൂലൈയിൽ റഷ്യയിലും ഓഗസ്റ്റിൽ യുക്രൈനിലും സന്ദർശനം നടത്തിയ മോദി ഇന്ത്യയുടെ നിലപാട് ഇരു നേതാക്കളെയും അറിയിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സമ്മർദ്ദം നേരിടുമ്പോഴും ഇന്ത്യ നിഷ്പക്ഷരല്ല, സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന നിലപാടാണ് മോദി ആവർത്തിച്ചത്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയതും. യുദ്ധം, സംഘർഷം എന്നീ വാക്കുകൾക്ക് പകരം പ്രതിസന്ധി എന്ന വാക്ക് ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ ഉപയോഗിച്ചതും ശ്രദ്ധേയമായി. ട്രംപിന്റെ സമാധാന പദ്ധതി, യുക്രൈനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങി ഒന്നിലേറെ ഘടകങ്ങൾ സെലൻസ്കിയുടെ സന്ദർശനത്തിന് നിർണായകമാകും. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് സെലൻസ്കിയുടെ വിശ്വസ്തനും ചീഫ് ഓഫ് സ്റ്റാഫുമായ ആൻഡ്രി യെർമാർക്ക് രാജിവെച്ചത് തിരിച്ചടിയായിട്ടുണ്ട്. 1992, 2002, 2012 വർഷങ്ങളിൽ മാത്രമാണ് ഇതിനു മുൻപ് യുക്രൈൻ പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഉപരോധ ഭീഷണി നിലനിൽക്കെ സെലൻസ്കിയുടെ സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായി നിർണായകമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടി വളരെ നിർണായകമായിരുന്നു. റഷ്യയുമായുള്ള ബന്ധത്തെ ചൊല്ലി US നടപടി കടുപ്പിക്കുന്നതിനിടെ തന്ത്രപ്രധാനമായ 16ഓളം കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായത്. ഇതിൽ നിരവധി സുപ്രധാന കരാറുകളും സാമ്പത്തിക തന്ത്രപരമായ സഹകരണവും ഉൾപ്പെടുന്നു. ഉച്ചകോടിയുടെ പ്രധാന ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയത്. വ്യാപാരവും നിക്ഷേപവും വൈവിധ്യവൽക്കരിക്കാനും സന്തുലിതമാക്കാനും ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്താനുമൊക്കെയായിരുന്നു കരാറുകളുടെ പ്രധാന ലക്ഷ്യം. റഷ്യ ഇന്ത്യ ഇടപാടുകളിൽ പ്രാദേശിക കറൻസികൾക്ക് മുൻതൂക്കം നൽകാനുള്ള തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളുമായുള്ള ചർച്ച ഫലപ്രദമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു. സമാധാനം കൈവരിക്കാൻ USുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സെലൻസ്കി അറിയിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ 80ാം സമ്മേളനത്തിൽ യുക്രൈനെതിരായ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് പ്രധാനമായും പണം നൽകുന്നതെന്നാണ് ട്രംപ് ആരോപിച്ചിരുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ ഇടപാടിനെക്കുറിച്ച് സംസാരിച്ച സെലൻസ്കി ഇന്ത്യ വൈകാതെ സമീപനം മാറ്റുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ ആവുന്നതെല്ലാം ചെയ്യണം, അപ്പോൾ അവരുടെ മനോഭാവം മാറുമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. യൂറോപ്പുമായും ഇന്ത്യയുമായും കൂടുതൽ അടുത്ത സഹകരണം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് മാറ്റാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി അഭിപ്രായപ്പെട്ടിരുന്നു. ട്രംപുമായുള്ള തന്റെ സമീപകാല സംഭാഷണങ്ങൾ കൂടുതൽ ക്രിയാത്മകമായിരുന്നുവെന്നും ട്രംപ് കൂടുതൽ പോസിറ്റീവായിരുന്നുവെന്നും അവസാനം വരെ യുക്രൈനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് സംസാരിച്ചതെന്നും ട്രംപ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. എന്തുതന്നെയായാലും സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നു തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.